സോഷ്യൽ ഇന്ററാക്ഷനിൽ മൈൻഡ്ഫുൾ ആയിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ വരുമ്പോൾ അത് വ്യത്യാസം വരും. 1 മാത്രം 1 2 അങ്ങനെ നിൽക്കാവും. അപ്പോൾ 1 ഒരു സംഭവം 2 പറയും. 2 എനിക്ക് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയമായിരുന്നു. ആ യാത്ര എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, വീണ്ടും പാരഫ്രൈസ് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് പറയാൻ പറ്റും, ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കേൾക്കുക, കാണുക എന്നുള്ളതാണ്. അതിനാണ് മൈൻഡ്ഫുൾ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ. ആൾക്കൂട്ടത്തിൽ തന്നെ നമ്മൾ സിനിമയുണ്ട്, കുറച്ച് വർഷം മുന്നേ ഇറങ്ങിയതാണ്. ഒത്തിരി പേരുണ്ട്, പക്ഷെ അവിടെ ഒറ്റയ്ക്കാണ് ആൾ. ഒത്തിരി പേരുടെ ഇടയിൽ ഒറ്റയ്ക്കാണ്. അപ്പൊ നമ്മൾ സോഷ്യൽ ഇന്ററാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണോ? മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഇന്ററാക്ടിങ് ഉണ്ടോ? ആക്റ്റീവ് ലിസണിങ് ഉണ്ടോ? അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഐസൊലേറ്റഡ് ആണ്. ഇത് ബന്ധങ്ങളെ വളർത്തത്തില്ല, തളർത്തത്തില്ല. പ്രസന്റ് മൊമെന്റിലാകുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം. പ്രസന്റ് മൊമെന്റിലാകുക.